Hello everyone, welcome back to Aptics Academy. So നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ യൂണിറ്റ് 3 ആണ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 1 and 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് യൂണിറ്റ് 3യുടെ പാർട്ട് 1 ഓൾസോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് യൂണിറ്റ് 3യുടെ പാർട്ട് 2 ആണ്. റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റിൻ്റെയും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ്റെയും തമ്മിലുള്ള റിലേഷൻ? The terms management and administration are used interchangeably as if they denote the same thing without understanding that there are subtle distinction between the two. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും രണ്ടും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി അതിൽ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങളുണ്ട്. മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് ലൈക്ക് ഷെൽഡൻ, ടീഡ്, ഷെൽസ് ആൻഡ് സ്പ്രിഗോൾ തിങ്ക് ദ ടേം അഡ്മിനിസ്ട്രേഷൻ ഹാസ് വൈഡർ മീനിങ് ദാൻ ദ ടേം മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ആളുകൾ ഷെൽഡൻ, ടെഡ് നമ്മൾ പറയുന്ന കുറച്ച് പേരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അഡ്മിനിസ്ട്രേഷന് മാനേജ്മെൻറ്റിനെയും കാട്ടിലും വൈഡർ മീനിങ് ഉണ്ടെന്നാണ്. Management determines the specific goals and lays down the broad areas within which these goals are to be achieved. Administration is concerned with the implementation of the policies laid down by the management. Management makes the decision, administration executes the policies. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിറ്റർമൈൻസ് ദ സ്പെസിഫിക് ഗോൾസ് ആൻഡ് ലേ ഡൗൺ ദ ബ്രോഡ് ഏരിയാസ് വിത്തിൻ വിച്ച് ദീസ് ഗോൾസ് ആർ ടു ബി അച്ചീവ്ഡ്. ഒരു അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോളിൻ്റെ മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഡെസിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡെസിഷനെ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ പോളിസീനെ എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുകയാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. മാനേജ്മെൻറ്റ് ആ ഡെസിഷൻ എടുക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. In contrast, experts like Kimpel, Fayol and others view management as a broader concept than administration. എന്നാൽ എന്തായാലും മറച്ചു ഒരാശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അഡ്മിനിസ്ട്രേഷൻ്റെയും കാട്ടിലും ബ്രോഡർ ആസ്പെക്റ്റ് ആണ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ദ തേർഡ് വ്യൂ ഇസ് ദാറ്റ് ബോത്ത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആർ സിനോണിംസ്. എന്നാൽ മറ്റൊരു വ്യൂ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും സിനോണിമസ് ആണെന്നാണ്, പര്യായങ്ങളാണ്. ഓക്കെ, ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാനേജ്മെൻറ്റിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ്റെയും എന്താണ് കമ്പാരിസൺസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. It is a modern concept and lays more stress on democratic decentralization and participation, whereas administration എന്താണ്? It is a traditional concept which is autocratic in nature. എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മോഡേൺ കോൺസെപ്റ്റ് ആണ്, അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ട്രഡീഷണൽ കോൺസെപ്റ്റ് ആണ്. മാനേജ്മെൻറ്റ് ഡെമോക്രാറ്റിക് ആണ്, അഡ്മിനിസ്ട്രേഷൻ ഓട്ടോക്രാറ്റിക് ആണ്. It is mostly democratic and innovative in nature. It gives more importance to human relations and operations. മാനേജ്മെൻറ്റിൽ ഹ്യൂമൻ റിലേഷനാണ് കൂടുതൽ പങ്കുള്ളത്. It lays more stress on rigidity of rules and regulations, aims and objectives, plans and programs of an educational institution. എന്നാൽ അവിടെ പ്ലാൻസിനും ഒബ്ജക്റ്റീവ്സിനും ഒക്കെയാണ് പങ്കുള്ളത്. അങ്ങനെ നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക. സിമ്പിൾ പോയിൻറ്റ്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ ഒറ്റ സിറ്റിങ്ങിൽ വായിച്ച് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാകും. എഴുതിയെടുക്കുക, പോയിൻറ്റ്സിനെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് രണ്ടും ഇനി സെപ്പറേറ്റ് വന്നാലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നോക്കുക, തിയറീസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് തിയറീസ് ആർ ഡിസ്കസ്ഡ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് 4 മോഡൽസ് ആസ് ഷോൺ ഇൻ ദ ഫ്ലോ ചാർട്ട്. 4 മോഡൽസ് ആണ്. ഓക്കെ, ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി ഇൻക്ലൂഡ്സ് 2 ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവ്സ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെ തിയറീസ് ആണ് നോക്കിക്കേ? ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി, ക്രിട്ടിക്കൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ തിയറി, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്, പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ക്ലാസിക്കലിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്, സയൻറ്റിഫിക്കും അഡ്മിനിസ്ട്രേറ്റീവും. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി എന്താണെന്ന് നോക്കാം. ദ തിയറി ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇസ് ദ ബ്രെയിൻ ചൈൽഡ് ഓഫ് ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. ദിസ് തിയറി എംഫസൈസ്ഡ് ഓൺ മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് ആൻഡ് വർക്കേഴ്സ്. ഈ തിയറിയുടെ മെയിൻ ഫീച്ചേഴ്സ് ആണ്: ഇറ്റ് ഫൈൻഡ്സ് ഔട്ട് ബെസ്റ്റ് മെത്തേഡ് ഫോർ പെർഫോമിങ് ഈച്ച് ജോബ്, ഇറ്റ് സെലക്ട്സ് എംപ്ലോയീസ് ബൈ യൂസിങ് സയൻറ്റിഫിക് സെലക്ഷൻ പ്രൊസീജിയർ. വെറുതെ അങ്ങനെയും ഇങ്ങനെയും എംപ്ലോയീസിനെ ചൂസ് ചെയ്യാതെ സയൻറ്റിഫിക് ആയിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സിലൂടെയാണ് എംപ്ലോയീസിനെ ചൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്
ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ് ആണ് ഇത് ഉറപ്പ് വരുന്നത് അല്ലെങ്കിൽ ബിലീവ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് വിത്ത് മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയീസ്, ആ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലേബറിനെ ഡിവിഷൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ട്രൈസ് ടു പ്രൊഡ്യൂസ് മാക്സിമം ഔട്ട്പുട്ട് ബൈ ഫിക്സിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഈച്ച് ജോബ് ആൻഡ് ബൈ ഹാവിംഗ് എ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഫോർ ഈച്ച് ജോബ് ഫോർ പേയ്മെൻറ്റ് ഓഫ് വേജസ്. അതുപോലെ തന്നെ അടുത്ത നമ്മൾ 2 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറിയാണ് ഇത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫോക്കസസ് ഓൺ ജോബ്സ് ഓഫ് ഇൻഡിവിജ്വൽ വർക്കേഴ്സ് വേറാസ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി കോൺസെൻട്രേറ്റ് ഓൺ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എൻറ്റയർ ഓർഗനൈസേഷൻ. മറ്റേത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ വർക്കേഴ്സിൻ്റെ ജോബാണെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? കോൺസെൻട്രേറ്റ്സ് ഓൺ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷനെയാണ് അത് നോക്കുന്നത്. This theory is related to the issues of structure and management of organization. Henry Fayol, Luther Gulick and Max Weber are the major contributors in the field of administrative management theory. According to Fayol, all managers perform basic functions of management. ആ functions ആണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേഷൻ, കൺട്രോൾ. ഓൾറെഡി നമ്മൾ കുറച്ച് തൊട്ട് മുമ്പുള്ള സ്ലൈഡുകളിൽ, അതായത് പാർട്ട് 1 നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതും ഇവിടെ മാത്രമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ സബ്ജക്റ്റ് തുടങ്ങിയത് മുതൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്ലൈഡുകളും നോക്കുന്ന സമയത്ത് അതിലൊക്കെ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. സോ ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക. അടുത്തത് ക്രിട്ടിക്കൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ തിയറി. ക്രിട്ടിക്കൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ തിയറി assumes the existence of both objective and subjective knowledge of subjective knowledge of an objective and unordered reality. അപ്പോൾ ക്രിട്ടിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒന്നിൻ്റെ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ആയിട്ടുള്ള നോളജിനെയാണ് ഇത് നോക്കുന്നത്. സോ ഇറ്റ് ഇൻകോർപ്പറേറ്റ്സ് ദ മെത്തഡോളജീസ് ഓഫ് ബോത്ത് ദ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ്സ്. ദിസ് തിയറി ഈസ് പൊസിഷനിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആൻഡ് സബ്ജക്റ്റീവ് നോളജ് ഓഫ് റിയാലിറ്റി. അടുത്തതാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഇത് നോക്കുക. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ഈസ് കൺസിഡേർഡ് ടു ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് എ സീരീസ് ഓഫ് സ്റ്റഡീസ് നോൺ ആസ് ഹോത്തോൺ സ്റ്റഡീസ് ദാറ്റ് ഹാവ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ആസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട്. അപ്പോൾ ഈ ഒരു ഹോത്തോൺ സ്റ്റഡീസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് തിയറിനെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഹോത്തോൺ സ്റ്റഡീസ് എന്താണ് നോക്കാം. ആ ഒരു ഫ്ലോ ചാർട്ട് നോക്കി വെക്കുക കേട്ടോ. ഹോത്തോൺ സ്റ്റഡീസ് എന്താണ്? ഹോത്തോൺ സ്റ്റഡീസിൽ നിന്നും പേ അറ്റൻഷൻ ടു വർക്കിംഗ് ഓഫ് ഇൻഫോർമൽ സോഷ്യൽ ഫാക്ടേഴ്സ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇതൊക്കെ ഇൻറ്റർ കണക്റ്റഡ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് കൺസിഡേർഡ് ബോത്ത് ദ ക്ലാസിക്കൽ റാഷണൽ എക്കണോമിക് മോഡൽ ആൻഡ് ദ ഹ്യൂമൻ റിലേഷൻ സോഷ്യൽ മോഡൽ ടു ബി ഇൻകംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ വർക്ക് സെറ്റിംഗ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 2 അപ്രോച്ചുകളും, അതായത് ക്ലാസിക്കൽ റേഷണൽ എക്കണോമിക് മോഡലും അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻ സോഷ്യൽ മോഡലും രണ്ടും ഇൻകംപ്ലീറ്റ് റെപ്രസെൻറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. ചെസ്റ്റർ ബെർണാർഡ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഓതേഴ്സ് ടു ടേക്ക് ദ ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. അങ്ങനെ കൊണ്ടുവന്നതാണ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ഇനി തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി ഓഫ് വൈ ഓഫ് MC മക്ഗ്രെഗർ അല്ലെങ്കിൽ MC ഗ്രെഗർ എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർത്ത് വെക്കാൻ പറ്റുന്ന ആ രീതിയിൽ പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുക കേട്ടോ. നമ്മൾ പ്രൊനൗൺസിയേഷൻ മാത്രം നോക്കി നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ സ്പെല്ലിങ്സ് തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ കണ്ടെത്തിയിരുന്ന ഒരു വിദ്യയായിരുന്നു ആ ലെറ്റർ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെ പറയാം. ഇപ്പോൾ MC ഗ്രെഗർ ആണെങ്കിൽ മക്ഗ്രെഗർ ആണെന്നുണ്ടെങ്കിൽ പോലും MC ഗ്രെഗർ എന്ന് വായിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ്ഫുള്ളായി തോന്നുന്നത് അതേ രീതിയിൽ വായിക്കുക കേട്ടോ. But McGregor brought a new perspective to management and challenged managers to think of subordinates as responsible, capable and creative. He developed 2 theories, Theory X and Theory Y. തിയറി എക്സ് നോക്കുക, തിയറി വൈ നോക്കുക. തിയറി എക്സിൻ്റെ മേലെ ആരാളുള്ളത്? മാനേജ്മെൻറ്റ്. താഴെ ആരാളുള്ളത്? സ്റ്റാഫ്. നേരെ തിരിച്ചാണ് തിയറി വൈയിൽ. അവിടെ സ്റ്റാഫാണ് മുകളിലുള്ളത്, മാനേജ്മെൻറ്റാണ് താഴെയുള്ളത്. തിയറി എക്സ് അതോറിറ്റേറിയൻ റെപ്രസീവ് സ്റ്റൈൽ, ടൈറ്റ് കൺട്രോൾ, നോ ഡെവലപ്മെൻറ്റ്, പ്രൊഡ്യൂസസ് ലിമിറ്റഡ് ഡിപ്രസ്ഡ് കൾച്ചർ. മാനേജ്മെൻറ്റ് താഴെയും സ്റ്റാഫ് മുകളിലും വരും. മാനേജ്മെൻറ്റ് മുകളിലും സ്റ്റാഫ് താഴെയും വരുമ്പോഴുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വൈ തിയറിയിൽ എങ്ങനെയാണ്? തിയറി വൈ liberating and developmental control, achievement and continuous improvement achieved by enabling, empowering and giving responsibility. Okay. ഇനി പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് എറ. മറ്റേത് രണ്ടും നിങ്ങൾ ഗ്രാഫ് പോലെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് എറ
ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ ദ വ്യൂ ഓഫ് മർഫി 2002 3 interrelated concepts that are school improvement, democratic community and social justice form the development of next era of the profession, that is post-behavioral science era. The behavioral science approach influenced the preparations and practice of school administrators. ഇനി ലീഡർഷിപ്പ് എന്താണ് നോക്കുക. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ഇസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ വേ ടു അക്കംപ്ലിഷ് മ്യൂച്വൽ ഗോൾസ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ്. എന്തിനാണ്? ഒരു മ്യൂച്വൽ ഗോൾ ഉണ്ടാവും, അത് ഒരു പെർട്ടിക്കുലർ വേയിൽ അക്കംപ്ലിഷ് ചെയ്യാൻ, നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. പീറ്റർ ഡ്രക്കർ സേസ് ലീഡർഷിപ്പ് ഇസ് നോട്ട് എ ക്വാണ്ടിറ്റേറ്റീവ് ടേം. പീറ്റർ ഡ്രക്കർ പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടേം അല്ല. പിന്നെ എന്താണ്? ദ ബിസിനസ് വിത്ത് ദ ലാർജസ്റ്റ് ഷെയർ ഓഫ് മാർക്കറ്റ് മേ ഹാവ് ലീഡർഷിപ്പ് ഇൻ വൺ സെഗ്മെൻറ്റ് ഓൺലി. ദ മോണോപോളിസ്റ്റ് ഓർ സിംഗിൾ സപ്ലയർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ ഓഫ് എ മാർക്കറ്റ് നെവർ ഹാസ് ലീഡർഷിപ്പ് ആൻഡ് കനോട്ട് ഹാവ് ഇറ്റ്. മോണോപോളിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സിംഗിൾ സപ്ലയർക്ക്, ഒരു പ്രൊഡക്റ്റിൻ്റെ സിംഗിൾ സപ്ലയർക്ക് ഒരിക്കലും നെവർ ഹാസ് ലീഡർഷിപ്പ് ആൻഡ് കനോട്ട് ഹാവ് ഇറ്റ്. അതായത് ഒരാൾ മാത്രം ഒരു കുത്തക വ്യാപാരിയാണെന്നുണ്ടെങ്കിൽ ആൾക്കൊരിക്കലും ഒരു ലീഡർഷിപ്പ് ഉണ്ടാവില്ല. ഇനി ലീഡർഷിപ്പിൻ്റെ നേച്ചർ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ ട്രേറ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ് എംഫസൈസ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആസ് ദ ബേസിസ് ഫോർ എ പേഴ്സൺ ടു അച്ചീവ് ലീഡർഷിപ്പ്. ഇനി ഫംഗ്ഷൻ തിയറി റിജക്ട്സ് ഔട്ട്വേർഡ് സയൻസ് ആസ് നോട്ടഡ് ബൈ ദ ട്രേറ്റ് തിയറി. സുപ്പീരിയർ ജനറലൈസ്ഡ് ട്രേറ്റ്സ് ഡു നോട്ട് ഹെൽപ്പ് ഓൾ പേഴ്സൺസ് ടു ബിക്കം ലീഡേഴ്സ് ടു ഷോൾഡർ ഓൾ ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. ദ എബിലിറ്റി ടു പെർഫോം ഫംഗ്ഷൻസ് ഡിറ്റർമൈൻസ് എ പോസിബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ബിക്കം എ ലീഡർ. എ ഗുഡ് സിംഗർ കുഡ് ബിക്കം എ ലീഡർ ഓഫ് a music party, a good cricketer, a captain of a cricket team, and so on. അപ്പോൾ ഇവിടെ പറയുന്നത് ഏതൊരാൾക്കും ലീഡറാവാൻ കഴിയില്ല. ഏതൊരു മേഖലയിലും അത്യാവശ്യം നല്ല കഴിവുള്ള ആളുകളാണ് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ലീഡറായിട്ട് മാറുന്നത്. ഇപ്പോൾ നല്ലൊരു സിംഗർ ആണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു മ്യൂസിക് പാർട്ടിയുടെ ലീഡറാവാം. നല്ലൊരു ക്രിക്കറ്റർ ആണെങ്കിൽ ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആവാം. അല്ലാതെ ഒരു കഴിവോ ഇല്ലാതെ നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ എന്ന് ചോദിക്കാറില്ലേ? അതുപോലെ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക്, ഒരു എബിലിറ്റി സ്കില്ല് ഇല്ലാത്ത ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ല. സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലുകളുണ്ട്. എന്തൊക്കെയാണ്? A leadership style is a leader's style of providing direction, implementing plans and motivating people. It is a result of the philosophy, personality and experience of the leader. ഇനി അതിന് 4 കാറ്റഗറീസ് ആണ് വരുന്നത്. ഡയറക്റ്റീവ് ഓർ അതോറിറ്റേറിയൻ, പാർട്ടിസിപ്പേറ്റീവ് ഓർ ഡെമോക്രാറ്റിക്, ലേസസ് ഫെയർ ഓർ സപ്പോർട്ടീവ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ്. ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റീവ് ഓർ അതോറിറ്റേറിയൻ. അണ്ടർ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈൽ all decision making powers are centralized in the leader as with dictators. Autocratic leaders do not ask or entertain any suggestion or initiative from subordinates. The leader gives the specific orders to his staff, subordinates, and make it clear what is expected of them. His focus is on planning, organizing, coordinating and controlling the activities of the subordinates. അപ്പോൾ അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ഡയറക്റ്റീവിൽ അവിടെയുള്ള ആളുകൾക്കല്ല പങ്കുള്ളത്, അതിൻ്റെ ലീഡർക്കാണ്. ലീഡർ എന്താണോ പറയുന്നത് സബോർഡിനേറ്റ്സ് കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലീഡർ സ്പെസിഫിക് ഓർഡേഴ്സ് അവരുടെ സ്റ്റാഫിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിസിപ്പേറ്റീവ് ഓർ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിൽ അവിടെയുള്ള സ്റ്റാഫിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിനൊക്കെ പങ്കുണ്ട്. ഷെയർസ് ഇൻഫർമേഷൻ ആൻഡ് സീക്ക് സജഷൻ. ഗ്രൂപ്പ് മെമ്പേഴ്സ് സജഷൻ ചോദിക്കാനും അവർക്ക് പങ്കുവെക്കാനുള്ള അവസരമാണ് ഇവിടെ കിട്ടുന്നത്. ലേസസ് ഫെയർ സപ്പോർട്ടീവ് ലീഡർഷിപ്പ്. ഇതിൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് പാസ്ഡ് ഓൺ ടു സബോർഡിനേറ്റ്സ്. ഡിസിഷൻ മേക്കിംഗ് സബോർഡിനേറ്റ്സിന് പാസ് ചെയ്യുന്നുണ്ട്. ദ സ്റ്റൈൽ ഓഫ് ലീഡർഷിപ്പ് ഇസ് നോൺ ആസ് ലേസസ് ഫെയർ വിച്ച് മീൻസ് നോ ഇൻ്റർഫറൻസ് ഇൻ ദ അഫെയർസ് ഓഫ് അതർ. ഒരാളുടെ ഇതിൽ ഇൻ്റർഫറൻസ് പാടില്ല എന്നുള്ളത്. ഇനി അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് നോക്കുക. In this style, the leader sets challenging goals, seeks improvement of performance by displaying confidence in the abilities of the subordinates. അപ്പോൾ അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഇത് പോകുന്നത്. അടുത്തതാണ് ടാസ്ക് ഓറിയൻറ്റഡ് ആൻഡ് റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ്. Another classification of leadership styles mention the following 2 types leadership styles. ഇതിൽ രണ്ടെണ്ണുണ്ട്. ടാസ്ക് ഓറിയൻറ്റഡും റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡും. ടാസ്ക് ഓറിയൻറ്റഡ് ലീഡർഷിപ്പ് സ്റ്റൈലിൽ അതിലുള്ള മെമ്പേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കിലാണ്. ഇതുകൊണ്ട് തന്നെ ആ ടാസ്ക് ഓറിയൻറ്റഡ് ലീഡേഴ്സ് ആർ ജനറലി മോർ കൺസേൺഡ് വിത്ത് പ്രൊഡ്യൂസിങ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ. എന്നാൽ റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡർഷിപ്പിൽ ഇസ് കോൺട്രാസ്റ്റിംഗ് സ്റ്റൈൽ ഇൻ വിച്ച് ദ ലീഡർ ഇസ് മോർ ഫോക്കസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് അമംഗ്സ് ദ ഗ്രൂപ്പ് ആൻഡ് ഇസ് ജനറലി മോർ കൺസേൺഡ് വിത്ത് ദ ഓവറോൾ വെൽബീങ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതിലുള്ള എല്ലാവരുടെയും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത.
റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ലീഡേഴ്സ് എംഫസൈസ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ ഗ്രൂപ്പ്, ഷോ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് ഷോ അപ്രീസിയേഷൻ ഫോർ വർക്ക് ഡൺ. ആ ചെയ്തിട്ടുള്ള വർക്കിനൊക്കെ അപ്രീസിയേഷനും കൊടുക്കും കേട്ടോ. ഇനി മെഷർമെൻറ്റ് ഓഫ് ലീഡർഷിപ്പ് നോക്കുക. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഒബ്ജക്റ്റീവ് മെഷേഴ്സ് ഓഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് വാസ് മെഷേർഡ് ബൈ ടീം ഓർ വർക്ക്, group productivity. Another method of measuring leadership is technique, nomination technique using the tool LBDQ. LGBTQ അല്ല കേട്ടോ. അപ്പം ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇത് ഇൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പോയിൻറ്റ്സ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ലീഡർഷിപ്പ് വാസ് മെഷേർഡ് ബൈ ടീം ഓർ വർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി എന്നുള്ളത്, അതിനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ മെറ്റീരിയലിൽ. സോ കഴിയുകയാണെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ പോയിൻ്റ് കണ്ടോ, LBDQ എന്നുള്ളത്, അത് ഉദ്ദേശിക്കുന്നത് ലീഡർഷിപ്പ് ബിഹേവിയർ ഡിസ്ക്രിപ്ഷൻ ക്വസ്റ്റനെയർ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വായിച്ച് നോക്കുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം എക്സാം എഴുതാൻ ഒരിക്കലും പോകരുത്. നമ്മുടെ വീഡിയോസ് പ്ലസ് നമ്മുടെ മെറ്റീരിയൽസും കൂടെ റെഫർ ചെയ്തിട്ട് വേണം. കാരണം നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, 5, 6, 7 അവേഴ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്ന സാധനമാണ് നമ്മൾ 20 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഉള്ള വീഡിയോയിൽ കൊള്ളിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഷോർട്ടായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഡെഫിനറ്റ്ലി യു ഹാവ് ടു റെഫർ ദ മെറ്റീരിയൽസ് ആൻഡ് യു ഹാവ് ടു മേക്ക് എ ലെക്ചർ നോട്ട്. യു ഹാവ് ടു സ്റ്റഡി വെൽ, പ്രിപ്പയർ വെൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ താങ്ക് യു സോ മച്ച്. ഈ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞതായിട്ട് അറിയിക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗ്ഗം എന്ന് പറയുന്നത് ത്രൂ കോമൻറ്റ്സ് ആണ്. സോ I wish you to comment your suggestions there. So thank you so much. Bye.